ഈ സ്റ്റേജ് ഷോയിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യണത് നമ്മുടെ ഒരു കാലഘട്ടത്തിന്റെ സംഗീതം. അതായത് നമ്മളൊരു 60 മുതൽ 90 ഈ 30 വർഷമാണ് മലയാളത്തിന്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിന്റെ കാലഘട്ടം. ഇപ്പം ഈ പ്രോഗ്രാം നമ്മൾ സാധാരണ ചെയ്യണ ഓഡിയൻസിനോട് ചോയ്സ് കൊടുക്കും. 2 പാട്ട് പാടിയ ശേഷം ഇനി നിങ്ങൾ ആവശ്യപ്പെടാൻ പറയും. അപ്പം അവർ ഓരോ സ്പോട്ടിലുള്ള പാട്ടുകൾ പറയും. കാലഘട്ടം ഞാൻ പറയാം 60 മുതൽ 90 ശേഷം സഞ്ചരിക്കരുത്. അതായത് 1960 to 1990. അപ്പൊ ഈ പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വയലാർന്നന്റെ അച്ഛൻ പി ഭാസ്കരൻ മാഷ്, ONV സാറ്, ശ്രീകുമാർ തമ്പി സാറ്, മഹാരഥന്മാർ എഴുതിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗാനം. അതായത് ദാസേട്ടൻ്റെ ഒക്കെ ഏറ്റവും നല്ല ടൈം ദാസേട്ടൻ, ജയേട്ടൻ ഇവരൊക്കെ അങ്ങോട്ട് തിരക്ക് പിടിച്ച് നിൽക്കുന്ന, പിന്നെ മാത്രമല്ല മലയാളികൾ ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ വന്ന വർഷമാണ്. അപ്പൊ അത് ഓഡിയൻസിന് ചോയ്സ് കൊടുക്കും. അവർ സ്പോട്ടിൽ പറയും ഇന്ന പാട്ട് പാട്. അപ്പൊ ചേട്ടനാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പാട് നോക്കാറിയാം. ഇപ്പൊ 10,000-ഓളം പാട്ട് ബൈഹാർട്ടാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. എന്റെ ഉള്ളിൽ ഈ പെട്ട പാട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ മറുപടി പറയും. എനിക്ക് ഈ പാട്ടുകൾ ഒന്നും അറിയാൻ പാടില്ല. ഗൂഗിളിൽ നിന്ന് നോക്കിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 1990-ലും 60 ഇടയിലുള്ള പാട്ടുകളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ദേവി ശ്രീദേവി ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. ഇത് 1964 എം കൃഷ്ണൻ നായർ സാറ് സംവിധാനം ചെയ്ത കാവ്യമേള എന്ന ചിത്രം. വയലാർ രാമവർമ്മ എന്നെ പ്രിയപ്പെട്ട അച്ഛൻ എഴുതിയ ഗാനം ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത് എൻ്റെ ഗുരുതുല്യനായ ദാസേട്ടൻ പാടി മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാർ ജയദേവൻ എന്ന അന്ധനായ ഗായകനെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് കാവ്യമേള. ദാസേട്ടൻ പാടി, നസീർ സാർ പാടി അഭിനയിച്ച ഗാനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തുള്ളിയോടും പുള്ളിമാനെ. തുള്ളിയോടും പുള്ളിമാനെ 1968 പുറത്തിറങ്ങിയ കണ്ണൂർ ഡിലേക്സ് ശ്രീകുമാർ തമ്പി സാർ എഴുതി ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത് നമ്മുടെ ഈ മാസം 9-ാം തീയതി നമ്മളിന്ന് ഇവിടെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഗായകൻ ജയചന്ദ്രൻ ജയേട്ടൻ പാടി പ്രേം നസീർ സാർ CID ഓഫീസർ തിരുമേനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രം. ഓ അടിപൊളി. ഓക്കെ, എന്നാ വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, കൽപ്പനയാകും യമുന നദിയുടെ ഇപ്പോൾ 100-ാം ജന്മശതാബ്ദി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പി ഭാസ്കരൻ മാഷ് സംവിധാനം ചെയ്ത ഡോക്ടർ എന്ന ചിത്രം. ആ ചിത്രത്തില് പ്രിയപ്പെട്ട പി ഭാസ്കരൻ മാഷ് എഴുതി ദേവരാജ മാഷ് സംഗീതം ചെയ്ത് ദാസേട്ടനും P സുശീലാമ്മയും ചേർന്ന് പാടിയ ഗാനം. സത്യൻ മാഷും ഷീലാമ്മയുമാണ് ഇത് പാടി അഭിനയിച്ചത്. ഇതെങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ തലയ്ക്കകത്ത്? അത് ദൈവത്തിനോട് ചോദിക്കണം. ദൈവാനുഗ്രഹമാണ്, നമ്മുടെ കഴിവല്ല, ദൈവാനുഗ്രഹം. മെമ്മറി റീകളക്ട് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ പ്രാക്ടീസ് പഠിക്കും എന്നുള്ളത്. പിന്നെ പാട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമല്ലോ. സംഗീതം നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിരന്തരമായ പ്രാക്ടീസ് വേണം അതിന്. അപ്പൊ ഓരോ പാട്ടുകളും ഇപ്പൊ 10,000-ലധികം പാട്ടുകൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമിന് പോകുമ്പോൾ ഏതാണ് നമുക്ക് ചോദിക്കണമെന്ന് അറിയാൻ പറ്റൂല, മുൻവിധിയിലല്ല. ഇപ്പൊ ഏതായിരിക്കും പറഞ്ഞത്? അപ്പൊ അങ്ങനെ ഒരു നമുക്ക് കൺഫ്യൂഷൻ ആവില്ലേ? അപ്പൊ ഏതാണ് പെട്ടെന്ന് ഏതാളാണ് ചോദിക്കുന്നത്? ഇപ്പൊ റെക്കോർഡിൽ 20 മണിക്കൂർ ബൈഹാർട്ട് പാടിയാണ് ആദ്യത്തെ റെക്കോർഡ്. പിന്നെയാണ് ദാസേട്ടന്റെ 81-ാം പിറന്നാളിന് ദാസേട്ടൻ പാടി 81 പാട്ട് 8 മണിക്കൂർ ബൈഹാർട്ട് പാടി. പിന്നെ മറ്റേനേക്കാളപ്പുറം വയലാർ രാമവർമ്മ എന്നെ അച്ഛൻ. എന്താണ് വയലാർ രാമവർമ്മ എന്ന അച്ഛൻ എന്ന് പറയാൻ കാര്യം, എനിക്ക് 22 വർഷം മുമ്പാണ് ആ ഒരു കുടുംബത്തില് എന്നെ 5ാമത്തെ മകനായിട്ട് എടുത്തത്. അതെങ്ങനെയാണ് ആ ഒരു സ്റ്റോറി? അത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ അച്ഛൻ്റെ ഒക്കെ പാട്ട് പാടിയാണ് ഞാൻ സ്റ്റേജിലെത്തിയത്. പിന്നെ അച്ഛൻ്റെ പാട്ട് ബൈക്കാർട്ടാക്കി. ഇപ്പോൾ ഒരിക്കലും മനസ്സിനൊരു ആഗ്രഹം, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനെ ഏകദേശം 47-ാമത്തെ വയസ്സിൽ മരിച്ചു. അന്നൊക്കെ ഞാൻ ചെറുപ്പം അച്ഛനെ അവിടെ വീടായിട്ട് കണക്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഒരിക്കലും ഒരു 20 വർഷം മുമ്പ് ഞാനവിടെ പോയി അമ്മയോട്ടും ചേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർ ഇതുപോലെ അച്ഛൻ്റെ പാട്ടുള്ളപ്പോൾ ഞാനിതുപോലെ ബൈക്കാർട്ട് പാടാൻ തുടങ്ങി. അപ്പം അന്ന് അമ്മ പറഞ്ഞു, ഇനി വയലാറെന്ന് പറയേണ്ട അച്ഛനെന്ന് വിളിച്ചാൽ മതി, ഇവിടുത്തെ 5ാമത്തെ മകന്. അപ്പം അങ്ങനെ എനിക്ക് പേര് കിട്ടും, മനു വർമ്മ. അപ്പം അവിടെ എനിക്ക് 3 സഹോദരന്മാർ. അതെ, മൻസൂർ നിന്ന് നേരെ മനോവർമ്മയിലേക്ക് വന്ന്. അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഭാരതി തമ്പുരാട്ടി, എൻ്റെ ചേട്ടൻ വയലാർ ശരചന്ദ്രവർമ്മ, ചേട്ടൻ്റെ ഭാര്യ ശ്രീ ചേച്ചി, അവർക്കൊരു മകള് സുഭദ്ര, അവർക്ക് ഞാൻ മനുമാമനാണ്. പിന്നെ 3 സഹോദരന്മാർ, ഇന്ദുലേഖ, യമുന, സിന്ധു. അത് ഇന്ദുലേ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു, ചക്രായുധവർമ്മ മരിച്ചുപോയി. രണ്ടാമത്തെ യമുനേച്ചിയുടെ ഭർത്താവ് പ്രസാദ വർമ്മ, സിന്ധുവിൻ്റെ ഭർത്താവ് കൃഷ്ണകുമാർ, ഞങ്ങൾ കൃഷ്ണ എന്ന് വിളിക്കുന്നു. അവർക്കൊരു മോള് മീനാക്ഷി. പിന്നെ യമുനേച്ചിക്ക് മക്കളില്ല. ഇപ്പോൾ സിന്ധു എന്ന് പറഞ്ഞ എൻ്റെ ഇളയ സഹോദരി കഴിഞ്ഞ 2020 ഞങ്ങളോട് വിട പറഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരുപാട് മക്കളുണ്ട്. ലയ ചേച്ചിക്ക് 2 മക്കൾ, രേവതി വർമ്മ, കവിത വർമ്മ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഞാൻ മനുമാമനാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് അച്ഛൻ്റെ ജന്മവാർഷികം ഒക്ടോബർ 27-ാം തീയതി. അന്ന് എൻ്റെ സംഗീത വിരുന്നാണ് അവിടെ. 4-5 മണിക്കൂർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അച്ഛൻ്റെ പാട്ട് പാടുക. അപ്പോൾ ഗിന്നസ് ബുക്കിൻ്റെ 2009-ലാണ് ഞാൻ പാടിയത്. അതായത് 253 പാട്ട് പാടിയിൽ
78 പാട്ടും അച്ഛൻ്റെ പാട്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത എൻ്റെ അമ്മയായിരുന്നു, അമ്മയും ചേട്ടനുമായിരുന്നു. മണിക്കൂറുകളോളം അമ്മ അവിടെ ഇരുന്ന് പോയി. അത് കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ പാട്ട് 101 പാട്ടാണ് 10 മണിക്കൂർ പാടി. 2015 ഈ മോതിരം അമ്മ എനിക്ക് അയച്ച് ഇട്ട് തന്നാണ്. ഇതിൽ വയലാർന്ന് എഴുതിയേക്കുന്ന അമ്മയും ചേട്ടനും എല്ലാം അച്ഛൻ്റെ മണ്ഡപത്തിൽ വെച്ച് മണ്ഡപത്തിൽ വെച്ച് എന്നെ അണിയിച്ചതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം, അച്ഛൻ്റെ പേരിൽ നമുക്കിട്ടൊരു സ്വർണ്ണ മോതിരം. അപ്പോൾ അതാണ് ആ കുടുംബത്തിൽ എനിക്കിപ്പോൾ അച്ഛനാണ് എന്തുണ്ടെങ്കിലും അച്ഛൻ്റെ പാട്ട്. അതെ അതെ അതെ, ഒരുപാട് അനുഗ്രഹം എനിക്ക് അച്ഛൻ്റെ പാട്ടിലൂടെ കിട്ടുന്നത്, നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കിട്ടുന്നു. അപ്പോൾ അതൊരു മഹാഭാഗ്യമുണ്ട് നമുക്ക്. പിന്നെ അവിടുത്തെ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ ചെല്ലുമ്പോൾ അച്ഛൻ്റെ പാട്ട് കേൾക്കാനും വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. ഇന്നത്തെ തലമുറ കേൾക്കാത്ത അച്ഛൻ്റെ ഒരുപാട് പാട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ അച്ഛൻ എഴുതിയിട്ടുണ്ടോ എന്നൊന്ന് പലരും ചോദിക്കാം, വയലാർ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ. അതായത് ഇന്നത്തെ നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ അന്ന് അച്ഛൻ എഴുതി. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവമുണ്ട്.